നിങ്ങൾക്കൊരു കൗച്ച് ഇടാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിൽ നിങ്ങൾക്ക് എത്ര സീറ്റിന്റെ കൗച്ച് വരും എന്നത് ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. പ്രൊഫഷണൽസും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ ടേബിൾ എടുത്തിട്ട് 22 ഇഞ്ച് ആണ് നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റ്. ഇപ്പൊ 22x3 വരുമ്പോൾ തന്നെ 66 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇരിക്കാൻ വേണ്ട സ്പേസും 22 ഇഞ്ചാണ്. 22x3 അപ്പൊ 66 ഇഞ്ചാണ് നമ്മൾ കോമൺലി സാധാരണ ഇരിക്കാൻ വേണ്ട സ്പേസ്. പിന്നെ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് ഇപ്പൊ ഹാൻഡ് റെസ്റ്റ്, ഇതിന്റെ ഈ ഹാൻഡ് റെസ്റ്റ് ഒരു 4 ഇഞ്ച് ആവും അല്ലെങ്കിൽ 5 ഇഞ്ച് ആവും. എക്സ്ട്രാ ഒരു 5 ഇഞ്ച് ഈ സൈഡിലും ഒരു എക്സ്ട്രാ ഒരു 5 ഇഞ്ച് ഓപ്പോസിറ്റ് സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം മൂന്നും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇഞ്ച് ഉണ്ടോ അതായിരിക്കും ഏകദേശം നിങ്ങളുടെ ഒരു സോഫയുടെ ലെങ്ത് വേണ്ടത്. അതേപോലെ സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത് 45 സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ സോഫയുടെ ഹൈറ്റ് വരുന്നത്. അപ്പൊ ഞാനിരിക്കുന്ന കൗച്ചിനകത്ത് കളർ ഇത് സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷറി ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഗ്രീൻ ആൻഡ് ഇതിന്റെ ലെഗ് കൊടുത്തേക്കുന്ന ഗോൾഡൻ കളർ ലെഗാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ബാക്കിൽ ഒരു വാൾപേപ്പർ കൊടുത്തതിന് ലക്ഷറി ഫീൽ കൊണ്ടുവരാൻ പറ്റും. ഫാബ്രിക് എടുക്കുമ്പോൾ കുറച്ചൊരു റിച്ച് ആയിട്ടുള്ള കുറച്ച് റേറ്റ് ഒരു ഏകദേശം ഒരു 800 റുപ്പീസ് 900 റുപ്പീസിനൊക്കെ നല്ല ഫാബ്രിക് ഇപ്പം ഒരുപാട് അവൈലബിൾ ആണ്. ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ ആൻഡ് ബ്ലൂ ഈ ഒരു തീം, അതുപോലെ ഒരു നേവി ബ്ലൂ ഫാബ്രിക് ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ ഫാബ്രിക് ആണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇപ്പോൾ ബാക്കിൽ കാണുന്ന പോലെ ഒരു ടെക്സ്ചറും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ ഒരു ലുക്ക്